എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് LGS ലെവൽ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ഫൈനാൻസിംഗ് പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക എന്നതാണ്. ഇവിടെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഇവിടെ രേഖാംശ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ PSC പരീക്ഷയിൽ നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിക്കും. അപ്പോൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. ഇവിടെ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പഠിക്കുക എന്ന് വെച്ചാൽ ചെറിയ ടിപ്പിലൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കാം. ഇവിടെ ആദ്യം 8ഉം അതിന്റെ പകുതിയായിട്ട് 4 ഞാൻ ഇവിടെ എഴുതി. ആദ്യം 8 എഴുതുന്നു, അതിന്റെ പകുതിയായിട്ട് 4 എഴുതി. തുടർന്ന് ഈ 4നോട് 1 കുറച്ച് 3 എന്ന് എഴുതി. 8നോട് 1 കുറച്ച് ഞാൻ 7 എന്ന് എഴുതി. ഇനി കുറയ്ക്കാനില്ലല്ലോ, അപ്പോൾ 7നോട് 1 കുറയ്ക്കുക, അപ്പോൾ അവിടെ നമുക്ക് 6 എന്ന് കിട്ടും. ഇനി 6നെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 6നോട് 1 കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും. അതൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ എഴുതി. അതിനുശേഷം 7നോട് 1 കൂട്ടിയാൽ നമുക്ക് 8 കിട്ടും. അത് ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് എഴുതി. ഇനി 8നോട് 1 കൂട്ടിയാൽ 9 കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഒരു 7 എന്ന് എഴുതുക. പിന്നെ 7 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് 2ഉം 5ഉം കൂടെ കൂട്ടിയാൽ 7 കിട്ടും. ആ ഒരു രീതിയിൽ അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കുക, 8 ഡിഗ്രി 4 മിനിറ്റ് 37 ഡിഗ്രി 6 മിനിറ്റ് 68 ഡിഗ്രി 7 മിനിറ്റ് 97 ഡിഗ്രി 25 മിനിറ്റ്. ഇതിൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് അല്ലെങ്കിൽ വടക്ക്. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അതുകൊണ്ട് അക്ഷാംശം പറയുമ്പോൾ ആ ദിശ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇനി രേഖാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും 0 ഡിഗ്രി രേഖാംശത്തിന് കിഴക്ക് ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടെ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക്, 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് ഓർത്തിരിക്കാം. ഇത് രണ്ടും PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയൻ നദികളാണ്. എന്നാൽ നർമ്മദ ഹിമാലയൻ നദികൾ ഉപദ്വീപീയ നദികളാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. ജയ്സാൽമീർ രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ ഏതാണ് ഇവിടെ ഓപ്ഷനിൽ ഉത്തരം വന്നിരിക്കുന്നത് ഥാർ മരുഭൂമി എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഫൈനൽ ആൻസർ ഈ പ്രകാരമുള്ള ഉത്തരമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. ഥാർ മരുഭൂമി എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ എന്നാണ്. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ഓപ്ഷൻ എ ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. അതിനുശേഷം ഓപ്ഷൻ ബിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒക്ടോബർ മുതൽ നവംബർ വരെ എന്നാണ്. അത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. വടക്ക് കിഴക്കൻ മൺസൂണുമായി ബന്ധപ്പെട്ടതാണ് ഒക്ടോബർ മുതൽ നവംബർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്ന ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ എന്നാണ്. അത് ശൈത്യകാലമാണ്. ഇനി മാർച്ച് മുതൽ മെയ് വരെയാണ് നമ്മുടെ രാജ്യത്ത് വേനൽക്കാലം പറയുന്നത്. അപ്പോൾ ഇവിടെ കേരളവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇത് നമ്മൾ ചെറിയൊരു കോഡിലൂടെ പഠിക്കും. JS ഓൺ DFM² എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചാൽ മതി. ഈ J എന്ന് പറയുന്നത് ജൂൺ ആണ്, S എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. അത് ഏതാണ്? ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് നമ്മൾ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ലഭിക്കുന്നത്? മഴ ലഭിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ്. ഇനി അടുത്തത് ON എന്നാണ്. അതായത് ഒക്ടോബർ മുതൽ നവംബർ വരെ. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, പിന്നെ അടുത്തെന്താ? വടക്ക് കിഴക്കൻ മൺസൂൺ. അതാണ് ഒക്ടോബർ മുതൽ നവംബർ വരെ. ഈ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള ഈ വടക്ക് കിഴക്കൻ മൺസൂണിനാണ് നമ്മൾ തുലാവർഷം എന്ന് പറയുന്നത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയൊക്കെ ഈ ഒരു തുലാവർഷത്തിന്റെ പ്രത്യേകതയാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ഹിപ്പാലസ് കാറ്റെന്നും പറയുന്നുണ്ട്. തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ എന്തെന്നും കൂടെ പറയുന്നുണ്ട്? ഹിപ്പാലസ് കാറ്റെന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികനാണ് ഹിപ്പാലസ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കാറ്റ് സഹായകമായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ഹിപ്പാലസ് കാറ്റെന്നും കൂടെ വിളിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് എന്ത്, ശൈത്യകാലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാർച്ച് മുതൽ മെയ് വരെയാണ് എന്തെന്ന് പറയുന്നത്, വേനൽക്കാലം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ DF എന്ന് കൊടുത്തത്. അപ്പോൾ ഡിസംബർ ടു ഫെബ്രുവരി. പിന്നെ M² ആണ്. ഫെബ്രുവരി കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം മാർച്ച്, അത് കഴിഞ്ഞാൽ M വെച്ച് വരുന്ന മാസം മെയ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു കേരളത്തിലെ ഈ ഒരു കാലാവസ്ഥ നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി, പശ്ചിമ ബംഗാളാണ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായിട്ട് ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല ഏത് എന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, വിജയനഗര എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. വിജയനഗര എന്നതാണ്. ഇനി 7ാമത്തെ ചോദ്യം, അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ടൗട്ടെ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടൗട്ടെ ആണ്. ഇനി 2023 വരുമ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പേര് മോക്ക എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ്. ഇപ്പോൾ 2023 മെയ് മാസത്തിലായിട്ടാണ് മോക്ക എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, മോക്കയിലെ M അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി, മെയ് എന്ന് നമുക്ക് കിട്ടും. മോക്ക എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് സൈക്ലോൺ, അത് 2023 മെയ് മാസത്തോടെയാണ് അത് രൂപം കൊള്ളുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ മോക്ക എന്ന് പറയുന്ന ഈ ഒരു സൈക്ലോൺ രൂപം കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് മോക്ക എന്ന് പറയുന്ന ഈ ഒരു സൈക്ലോൺ രൂപം കൊണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് മോക്കയാണ്. അത് 2023 മെയ് മാസത്തിൽ രൂപം കൊണ്ടതാണ്. അത് രൂപം കൊണ്ടിരിക്കുന്ന എവിടെയാണ്, നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഈ മോക്ക എന്ന് പറയുന്ന ഈ ഒരു പേര് നൽകിയത് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്, മോക്ക എന്ന പേര് നൽകുന്നത് യമൻ എന്ന് പറയുന്ന രാജ്യമാണെന്ന കാര്യം ഓർക്കുക. യമനാണ് മോക്ക എന്ന പേര് നൽകിയെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് മോക്ക ചുഴലിക്കാറ്റ് അറബിക്കടലിൽ രൂപം കൊണ്ടു. അത് 2023 2023 മെയ് മാസത്തിലാണ്. ഇനി മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ ബിപ്പർജോയ് ആണ്. ബിപ്പർജോയ് എന്ന് പറയുന്ന ഈ ഒരു ചുഴലിക്കാറ്റ് 2023 ജൂണിലാണ് രൂപം കൊണ്ടത്. ഇത് രൂപം കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ അറബിക്കടലിലാണ് ഇത് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിപ്പർജോയ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അത് പേര് നൽകിയത് ആരാന്ന് വെച്ചാൽ ബംഗ്ലാദേശാണ്. ഇതിന് പേര് നൽകിയത് ബംഗ്ലാദേശ് ആണെന്ന കാര്യം ഓർക്കുക. ബംഗ്ലാദേശാണ് ഈ പറയുന്ന ബിപ്പർജോയ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. ഇനി തേജ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് 2024 ഒക്ടോബറിലാണ് രൂപം കൊണ്ടത്. ഈ പേരിട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഈ ഒരു പേര് ഇട്ടിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും യമൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഈ ഒരു ചുഴലിക്കാറ്റ് ബാധിച്ചിരിക്കുന്നത്. തേജ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ബാധിച്ചിരിക്കുന്നത് ഈ പറയുന്ന യമൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വാർത്തകളിലൊക്കെ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ കേട്ട ഒരു ന്യൂസ് തന്നെയാണിത്. 2023 ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ തേജ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ പേര് ഓർത്തിരിക്കുക. ഇത് രൂപം കൊണ്ടിരിക്കുന്നത് നമ്മുടെ അറബിക്കടലിൽ എന്ന് പറയുന്ന ഈ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അറേബ്യൻ സീയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. തേജ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് രൂപം കൊണ്ടിരിക്കുന്നത് ഏത് സ്ഥലത്താണെന്ന് വെച്ചാൽ അറേബ്യൻ സീയിലാണ്. അപ്പോൾ സൈക്ലോൺ തേജ് ഓർത്തിരിക്കുക. ആ പേര് നിർദ്ദേശിച്ചിരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയാണ്. അത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. തേജ് എന്ന് പറയുന്ന ഈ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സൈക്ലോണുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, മോക്ക പഠിച്ചു, അത് അറബിക്കടലിലാണ്, ബംഗാൾ ഉൾക്കടലിലാണ് മോക്ക. അത് മെയ് മാസത്തിലാണ് 2023 മെയ് മാസത്തിലാണ് മോക്ക ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എന്ന കാര്യം ഓർക്കുക. അത് യമനാണ് അതിന് പേര് നൽകിയെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പരിചയപ്പെട്ട ബിപ്പർജോയ് ആണ്, ബംഗ്ലാദേശാണ് അതിന് പേര് നൽകി. അപ്പോൾ ആ ബി വെച്ചിട്ട് തന്നെ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. ബിപ്പർജോയ് എന്ന് പറയുന്ന ആ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാന്ന് വെച്ചാൽ ബി വെച്ച് തന്നെ ഓർത്തിരിക്കുക, ബംഗ്ലാദേശ് ആണെന്ന കാര്യം ഓർക്കുക. അതെവിടെയാണ്, നമ്മുടെ അറബിക്കടലിലാണ് അത് രൂപം കൊണ്ടതെന്ന കാര്യം ഓർത്തിരിക്കുക. ജൂൺ മാസത്തിലാണ്. അപ്പോൾ ബിപ്പർജോയിലെ ജെ വെച്ചിട്ട് ജൂൺ എന്ന് ഓർക്കുക, മോക്കയിലെ M വെച്ചിട്ട് മെയ് എന്ന് ഓർക്കുക. കാരണം എടുത്ത് ചോദിക്കും മെയ് മാസത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ മോക്കയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ 2023 വർഷത്തിൽ ആദ്യം രൂപം കൊണ്ടത് മോക്കയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം രൂപം കൊണ്ടത് മോക്കയാണ്. അപ്പോൾ M വെച്ചിട്ട് മെയ് മാസം,
പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞു അതിന് പേര് നൽകിയത് ഏത് രാജ്യമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ പറഞ്ഞ മോക്ക എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മോക്ക എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ യമൻ ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്തൊക്കെയാണ്? മോക്ക, അതുപോലെ തന്നെ മെയ് മാസം, അതേപോലെ തന്നെ അത് രൂപം കൊണ്ടിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അതേപോലെ മറ്റൊന്ന് നമ്മൾ പരിചയപ്പെട്ട യമൻ എന്ന പേരും ഓർക്കുക. ഇനി അടുത്തത് എന്താണ്? ബിപ്പർജോയ് ആണ്. ബിപ്പർജോയിലെ ബി പിടിക്കുക ബംഗ്ലാദേശ്, ബിപ്പർജോയിലെ ജെ പിടിക്കുക ജൂൺ മാസം. അപ്പോൾ അത് അറബിക്കടലിലാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ജൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ അറബിക്കടലുമായി ബന്ധിപ്പിച്ചിരിക്കും. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ തേജ് ചുഴലിക്കാറ്റാണ്. തേജ് ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് യമൻ, ഒമാൻ തുടങ്ങിയ ആ ഒരു രാജ്യങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. രൂപം കൊണ്ടത് അറബിക്കടലിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ ഇന്ത്യയാണ് അതിന് പേര് കൊടുത്തത്. അത് ഒക്ടോബർ മാസത്തിലാണ് രൂപം കൊണ്ടത്. അപ്പോൾ തേജ് ഒക്ടോബർ മാസം, ഒമാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ ഓർക്കുക. അതിൽ ഒമാൻ്റെ ഓ ഇങ്ങോട്ട് പിടിച്ചാൽ മതി. അത് ഒക്ടോബറിലെ ഓയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 2023 ഒക്ടോബർ മാസത്തിൽ അറബിക്കടൽ രൂപം കൊണ്ട തേജ് ചുഴലിക്കാറ്റ് അത് യമൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് അത് ബാധിച്ചത് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ ചുഴലിക്കാറ്റ്, സൈക്ലോൺ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 3 പേരുകൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് കേരള തീര പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തെരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 4ഉമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് ഇൽമനൈറ്റും മോണോസൈറ്റും. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നവയാണ് ഇൽമനൈറ്റും മോണോസൈറ്റും. ഇൽമനൈറ്റും മോണോസൈറ്റും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയത്തിൻ്റെ അയിരാണ്. അതേപോലെ തന്നെ ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ണൂരാണ്. 9ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. കണ്ണൂരാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് വെച്ചാലോ അത് ബംഗാളാണ്. നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള വെസ്റ്റ് ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കണ്ടൽക്കാടൊക്കെ ഉള്ള സംസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ്? കണ്ണൂരാണ്. അടുത്ത 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം ഫൈനൽ സ്കെയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം എന്നാണ് 11ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് പമ്പയും കക്കിയുമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ടയിലാണ്. അപ്പോൾ അതിന് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികളാണ് പമ്പയും അതുപോലെ തന്നെ കക്കിയും എന്ന കാര്യം ഓർക്കുക. അപ്പോൾ പമ്പ നദി, കക്കി നദി ഇതൊക്കെയാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ എന്ന കാര്യം ഓർക്കുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക എന്നാണ്. ഗ്രാമപഞ്ചായത്ത്, താലൂക്ക്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ഇവിടെ ഗ്രാമപഞ്ചായത്തുണ്ട്, താലൂക്കുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. അപ്പോൾ ഇവിടെ 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് താലൂക്കാണ്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താലൂക്കാണ്. നമ്മൾ ഗ്രാമപഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ഇനി താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് നമ്മൾ അടുത്ത ചോദ്യമായിട്ട് തന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ. ഇവർ 3 പേരും എന്താണ്? കേരളത്തിലെ അത്ലറ്റുകളാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതിൽ PT ഉഷയും TC യോഹന്നാനും KM ബീനാമോളുമാണ് എന്ത്? കേരളത്തിലെ അത്ലറ്റുകളിൽ ഉൾപ്പെടാത്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഓപ്ഷൻ 4 തന്നിരിക്കുന്ന ജിമ്മി ജോർജ് ഉൾപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വോളിബോൾ പ്ലെയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹം ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ജിമ്മി ജോർജ് പരീക്ഷകളിൽ എപ്പോഴും ചോദ്യമായിട്ട് വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പത്തെ പരീക്ഷയിൽ ജിമ്മി ജോർജ് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അതേപോലെ തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ജിമ്മി ജോർജിനെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വരുന്നത്. കാരണം ഇതിൽ നമ്മൾ മാറ്റി നിർത്തുന്ന ആരെയാണ്? ജിമ്മി ജോർജിനെയാണ്. അപ്പോൾ ജിമ്മി ജോർജ് വോളിബോൾ പ്ലെയർ ആണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി തന്നിരിക്കുന്ന PT ഉഷയും TC യോഹന്നാനും KM ബീനാമോളൊക്കെ എന്താണ്? ഈ പറയുന്ന അത്ലറ്റുകളാണെന്ന് അവർ ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 14ാമത്തെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പെരിയാറാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പെരിയാറാണ്.
കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, കാസർഗോഡ് ജില്ലയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, നീണ്ടക്കരയാണ്. നീണ്ടക്കര തുറമുഖമാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക എന്നാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, എറണാകുളം വയനാടാണ്. വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ എറണാകുളത്തും കുറവ് വയനാട്ടിലുമാണ്. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം മിനിമോൾ എബ്രഹാം എന്നതാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്, മിനിമോൾ എബ്രഹാം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്, മിനിമോൾ എബ്രഹാം ആണ്. ഇനി 2022 വരുമ്പോൾ ഇവിടെ നമ്മൾ ഈ പരിചയപ്പെട്ട ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ബാഡ്മിന്റൺ താരമായ HS പ്രണോയ്ക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് 2022 കാര്യമാണ് ഞാൻ പറയുന്നത്. HS പ്രണോയ് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി 2023 വരുമ്പോൾ, അത് ഈ ഡിസംബർ മാസത്തിലാണ് പ്രഖ്യാപിക്കുന്നത്, അത് പരീക്ഷയ്ക്ക് വരുമെന്ന് അറിയില്ല, എങ്കിലും പഠിച്ചു വെച്ചേക്കുക. 2023 വരുമ്പോൾ ലോങ് ജമ്പ് താരമായി M ശ്രീശങ്കറിനാണ് ലഭിച്ചത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ 2023 വരുമ്പോൾ ആർക്കാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് M ശ്രീശങ്കർ എന്ന പേര് ഓർത്തിരിക്കുക. M ശ്രീശങ്കർ എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് 2023 വരുമ്പോൾ അവിടെ ആർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്, M ശ്രീശങ്കറിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോങ് ജമ്പ് ആണ് അദ്ദേഹത്തിന്റെ കായിക ഇനം എന്ന് പറയുന്നത്. അതും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. M ശ്രീശങ്കർ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ലോങ് ജമ്പ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് കാര്യം ഓർക്കുക. ഇനി പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം ഇരവിപേരൂർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇരവിപേരൂരാണ്, ഇരവിപേരൂർ. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. 20ാമത്തെ ചോദ്യമാണ്, ഉത്തരമായിട്ട് വരുന്നത് ബംഗാളാണ്. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പ്രേമാശ്രമം എന്നതാണ്. അപ്പോൾ വള്ളത്തോളിന്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ തുടങ്ങിയവയൊക്കെ വള്ളത്തോളിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കൃതിയിൽ പെടാത്തതാണ് ഇവിടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന പ്രേമാശ്രമം എന്ന കൃതി. ഇവിടെ വള്ളത്തോൾ നാരായണമേനോനുമായി ബന്ധപ്പെട്ട കൃതികൾ ഇവിടെ തന്നു. പ്രേമാശ്രമം എന്ന് പറയുന്ന കൃതി മുൻഷി പ്രേംചന്ദുമായി ബന്ധപ്പെട്ടതാണ്. മുൻഷി പ്രേംചന്ദുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന പ്രേമാശ്രമം എന്ന് പറയുന്ന കൃതി. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രേമാശ്രമമാണ്. പ്രേമാശ്രമം എന്ന കൃതി മുൻഷി പ്രേംചന്ദുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ്. ഈ കൃതികൾ എന്ന് പറയുന്നത് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്ക് 1 അധ്യായമാണ് സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന അധ്യായം 5. അതിൽ കൃതികൾ, എഴുത്തുകാർ, ഭാഷ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നാണ് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. ആ ടേബിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം പരിചയപ്പെടുന്നത്, ഇതിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 2 കൃതികൾ പറയുന്നുണ്ട്. അപ്പോൾ ടാഗോറിൻ്റെ 2 കൃതികളാണ് ഞാനിവിടെ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എഴുതുന്നത് ടാഗോറിൻ്റെ കൃതികളാണ്. ഈ 2 കൃതികളും രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. അതിൽ ഒരു കൃതിയുടെ പേര് ഗോരയാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗീതാഞ്ജലി എന്നതാണ് അടുത്ത കൃതി. അപ്പോൾ അദ്ദേഹം കുറേ കൃതികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നൽകുന്ന ഈ 2 കൃതി ഇത് തന്നെയാണ് എപ്പോഴും PSC ചോദിക്കാറുള്ളത്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് പ്രേംചന്ദിൻ്റെ കൃതിയാണ്. പ്രേംചന്ദിൻ്റെ കൃതിയാണ്. ഇത് ഹിന്ദി ഭാഷയിലാണ് ഈ കൃതി. ഭാഷ കൃത്യമായി ഓർത്തിരിക്കണം, ഏത് ഭാഷയിലാണൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിലൊന്ന് സേവാ സദൻ. ഒന്നാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന കൃതിയുടെ പേര് സേവാ സദൻ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രേംചന്ദിൻ്റെ കൃതിയാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ ഒന്നാമത്തെ പേര് ഓർത്തിരിക്കുക, സേവാ സദനാണ്. സേവാ സദൻ എന്ന് പറയുന്നത് പ്രേംചന്ദിൻ്റെ കൃതിയാണ്. പിന്നെ ഇപ്പം നമ്മുടെ ഓപ്ഷനിൽ തന്ന പ്രേമാശ്രമം, ഇത് ആരുടെ കൃതിയാണ്? പ്രേംചന്ദിൻ്റെ കൃതിയാണ്. പിന്നെ രംഗഭൂമി എന്ന് പറയുന്നത് പ്രേംചന്ദിൻ്റെ കൃതിയാണ്. അതുപോലെ തന്നെ ഗോദാൻ എന്ന് പറയുന്നത് പ്രേംചന്ദിൻ്റെ കൃതിയാണ്.
സേവാസദൻ, ആശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ എന്താണ് പ്രേംചന്ദിന്റെ കൃതിയാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ, സേവാസദൻ എന്നിവ എന്താണ് പ്രേംചന്ദിന്റെ കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ അൽത്താഫ് ഹുസൈൻ അലിയുടെ കൃതി ഇവിടെ പറയുന്നുണ്ട്. അൽത്താഫ് ഹുസൈൻ അലി. അപ്പോൾ അടുത്ത വ്യക്തിയുടെ പേര് അൽത്താഫ് ഹുസൈൻ അലിയുടെ കൃതി ഇവിടെ പറയുന്നുണ്ട്. അത് ഏത് ഭാഷയാണെന്ന് വെച്ചാൽ ഉറുദു ഭാഷയാണ്. ഭാഷ ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക ഉറുദു ഭാഷയാണ്. അപ്പോൾ ഇത് ഹയാത്തി സാദി എന്നതാണ് ഒരു കൃതിയുടെ പേര്. ഹയാത്ത് ഈ സാദി എന്നതാണ് ഒരു കൃതി. മറ്റൊരു പേര് ഹയാത്ത് ഈ ജവീദ് എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹയാത്ത് ഈ സാദി, ഹയാത്ത് ഈ ജവീദ് അൽത്താഫ് ഹുസൈൻ അലിയുമായി ബന്ധപ്പെട്ട കൃതിയാണ്. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് സുബ്രഹ്മണ്യ ഭാരതി. ഇത് തമിഴാണ് ഭാഷ. അപ്പോൾ ഭാഷ ചോദിച്ചാൽ തമിഴാണ് ഈ പറയുന്നത്. അതിലൊന്ന് പാഞ്ചാലി ശപഥം. ഒന്നാമത്തെ പേര് പാഞ്ചാലി ശപഥം. രണ്ടാമത്തെ പേര് കളിപ്പാട്ട് എന്നാണ്, കളിപ്പാട്ട്. മൂന്നാമത്തെ പേര് കണ്ണൻ പാട്ട്. മൂന്നാമത്തെ പേര് എന്താണ്, കണ്ണൻ പാട്ട്. ഈ നാലാമത്തെ പേര് കുയിൽ പാട്ട്. ഒരു പാട്ട് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട്. ഇതൊക്കെ എന്താണ് സുബ്രഹ്മണ്യൻ ഭാരതിയുമായി ബന്ധപ്പെട്ട കൃതികളാണ്. ഇനി അടുത്തത് നമ്മുടെ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴും PSC ചോദിക്കാറില്ല നിബന്ധമാല. നിബന്ധമാല ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറുമായി ബന്ധപ്പെട്ട് മറാത്തി ഭാഷയാണെന്ന് ഓർക്കുക. അപ്പോൾ ഇത് ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. ഇത് രചിച്ചത് ആരാന്ന് വെച്ചാൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എന്ന പേര് ഓർത്തിരിക്കുക, ചിപ്ലുങ്കർ. ഇനി അവസാനമായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോൻ, മലയാളം എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. കണ്ടോ ആ ഒരു ഓപ്ഷൻ അതേപോലെ എടുത്ത് തന്നില്ലേ? അതാണ് ഈ ഒരു ടേബിളിൻ്റെ പ്രത്യേകത. കുറേ കൃതികളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതെങ്കിലും പഠിച്ചു പോകണം. ഇതായിരിക്കും ചോദിക്കുക. കാരണം പല 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 പരീക്ഷകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്നാണ് ചോദ്യം വന്നത്. എന്താണ്? ഗോര, ഗീതാഞ്ജലി, രവീന്ദ്രനാഥ് ടാഗോർ, ബംഗാളി. ഒരിക്കൽ കൂടി കേട്ടിരിക്കുക. ഗോര, ഗീതാഞ്ജലി, രവീന്ദ്രനാഥ് ടാഗോർ, ബംഗാളി ഭാഷയിൽ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ എന്താണ് പ്രേംചന്ദിന്റെ കൃതികളാണ്. അത് ഹിന്ദി ഭാഷയിൽ എഴുതിയ കൃതിയാണ്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ. പിന്നെ ഹയാത്തി സാദി, ഹയാത്തി ജവീദ്, അൽത്താഫ് ഹുസൈൻ അലി ഉറുദു ഭാഷയിൽ. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ രചിച്ചിട്ടുള്ള കൃതികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുക മറ്റൊന്നാണ് സാറേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര. ഈ ഗാനം രചിച്ചത് ഉറുദു കവിയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. SCRT പോയിന്റ് ആണ്. ഇതിനോടൊപ്പം നൽകിയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സാറേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര. ഈ ഗാനം രചിച്ച ഉറുദു കവിയായിരുന്നു വെച്ചാൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് ആരും ഓർക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊന്നാണ് വരിക വരിക സഹജരെ എന്ന ഗാനം രചിച്ചത് ഹംഷി നാരായണപിള്ളയാണ്. വരിക വരിക സഹജരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഹംഷി നാരായണപിള്ളയാണെന്ന കാര്യം ആണ് ഇത് രചിച്ചതെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നീൽ ദർപ്പൺ എന്ന ആ ഒരു ഇത് രചിച്ച ആരെന്ന് വെച്ചാൽ ദീനബന്ധു മിത്രയാണ്. നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ഒരു നാടകമാണ് എന്ത് നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ചോദിച്ചാൽ ആനന്ദമഠമാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനോട് അടുപ്പിച്ച് നൽകിയത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറഞ്ഞു പോയത്. അവിടെ ഒരു വാക്കുണ്ട്, ബ്രിഡ്ജ് നാരായണൻ ചക്ബസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു വാക്കും കൂടെ പറയുന്നുണ്ട്. അവരെൻ്റെ ചുണ്ടുകൾ മുദ്ര വെക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ, പക്ഷെ എൻ്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാകില്ല എന്ന് പറഞ്ഞത് ബ്രിഡ്ജ് നാരായൺ ചക്ബസ് എന്ന പേര് ഓർത്തിരിക്കുക. എന്താണ് പറഞ്ഞത്?
അവരൻ്റെ ചുണ്ടുകൾ മുദ്ര വെക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല. ഇങ്ങനെ പറഞ്ഞത് ബ്രിജ് നാരായൺ ചക്ബസ്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനോടൊപ്പം കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. കാരണം ഇവിടെ നിന്ന് എപ്പോഴും PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളിത് പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ അധ്യായമാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി നോക്കുക. ഇനി അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം, 22ാമത്തെ ചോദ്യം. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അരുണ ആസഫ് അലി എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പണ്ഡിത രമാബായി ആണ്. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരേണ്ടത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര് എന്നാണ് 24 എന്ന് പറയുന്ന ഇതിൻ്റെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ അന്നത്ത് ഡോക്ടർ സുബ്രഹ്മണ്യ ജയശങ്കർ, ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്, ഇപ്പോഴും ആയത് തന്നെയാണ്, ജയശങ്കർ തന്നെയാണ്. ഇനി കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് എന്നാണ് അടുത്ത ചോദ്യമായിട്ട് തന്നത്. 25ാമത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് നൽകിയത് രാധാകൃഷ്ണ മാത്തൂർ എന്നാണ്. അപ്പം നിലവിൽ ആരാണ് ലഡാക്കിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് നോക്കാം. നിലവിൽ ഈ ഒരു ദിവസപ്രകാരം BD മിശ്രയാണെന്ന് കാര്യം ഓർക്കുക. അപ്പം നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴായിരിക്കും BD മിശ്രയാണ്. അപ്പം അന്ന് ഉത്തരമായിട്ട് നൽകിയ രാധാകൃഷ്ണ മാത്തൂറാണ്. ഫൈനാൻസ് കീയിലും ആ ഉത്തരം തന്നെയാണ് അവർ നൽകിയത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് BD മിശ്രയാണ്. നിലവിൽ ആരാണ്? BD മിശ്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ലഡാക്കിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ ആണെന്ന് വെച്ചാൽ BD മിശ്രയാണ്. ഇനി ജമ്മു കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ മനോജ് സിൻഹയാണ് ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് വെച്ചാൽ മനോജ് സിൻഹയാണ്. ഇനി അടുത്തത് നമ്മുടെ ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണെന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ ചോദിക്കാം. ശ്രീ വിനയ് കുമാർ സക്സേനയാണ് നമ്മുടെ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന കാര്യം ഓർക്കാം. അപ്പോൾ ഡൽഹിയുടെ ആരാണ്? ശ്രീ വിനയ് കുമാർ സക്സേന. മനോജ് സിൻഹ നമ്മുടെ ജമ്മു കാശ്മീരിലാണ്. BD മിശ്ര ലഡാക്കിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇപ്പം പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്, ലക്ഷദ്വീപിലെ ലഫ്റ്റനന്റ് ഗവർണർ ആണെന്ന് ചോദിക്കാം. പ്രഫുൽ പട്ടേൽ ആണെന്ന കാര്യം ഓർക്കുക. പ്രഫുൽ പട്ടേൽ എന്ന പേര് ഓർത്തിരിക്കുക. പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിലെ ലഫ്റ്റനന്റ് ഗവർണറാണ് പ്രഫുൽ പട്ടേൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ലഫ്റ്റനന്റ് ഗവർണർമാരുടെ പേരുകൾ. ലക്ഷദ്വീപ് പ്രഫുൽ പട്ടേൽ, മനോജ് സിൻഹ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ, BD മിശ്ര എന്ന് പറയുന്നത് ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറാണ്. അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ടത് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറാണ്. ശ്രീ വിനയ് കുമാർ സക്സേനയാണ് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ. ഇത്രയും പേരുകളൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. 30, 31, 32 ആണ്. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം എന്ത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വേണ്ടത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 റൗലറ്റ് ആക്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് എന്തെന്ന് പറയുന്നത് നമ്മളിവിടെ പരിചയപ്പെട്ട ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ മാസം 13 ഈ ഒരു തീയതി ഓർക്കുക. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. വില്ലുവണ്ടി സമരം നയിച്ചു. അപ്പോൾ അത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കാൻ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇതൊക്കെ കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത പോയിന്റുകളാണ്. ഇനി അടുത്ത്, ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനും സഹായകമാകുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് നിർദ്ദേശിക തത്വങ്ങളാണ്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിനും സഹായകമായ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ നമ്മുടെ ഭാഗം 4 ആണ്. നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് ഇത് പറയുന്നത്. ഇനി അടുത്ത്, AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടം മുതൽ എവിടം വരെ ആയിരുന്നു എന്നാണ് 30ാമത്തെ ചോദ്യം. കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ്. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്.
താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത്? താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ്. മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശമല്ല. സ്വതന്ത്രമായിട്ട് ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമല്ല. നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നതുമല്ല. ഇവിടെ എന്താണ് പറയുന്നത്? താഴെ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആശയം എന്നാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണമാണ്. ഇത് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ എന്നാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ്. ഇവിടെ 1ഉം 2ഉം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തോട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുക്കുന്നു. ശരിയാണ്. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു എന്നതാണ് ഇവിടെ ബി ആയിട്ട് നൽകിയിരിക്കുന്നത്. തെറ്റാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നത് ശരിയാണ്. നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഗാന്ധിജി മുന്നോട്ട് വെച്ച നയം താലിയും നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്ന് പറയുന്നു 34-ാമതായിട്ട്. അത് തെറ്റാണ്. അതായത് ഇവിടെ നമ്മുടെ 1 തെറ്റാണ്. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം. അത് ശരിയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധവുമായി വിദ്യാഭ്യാസം നൽകണം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തിരുത്തി നൽകാം. 6 മുതൽ 14. നമ്മളിപ്പോൾ കേൾക്കുന്നത് 6 മുതൽ 14 വയസ്സെന്നല്ലേ നമ്മുടെ ആർട്ടിക്കിൾ 21A പറയുന്നത്. അപ്പോൾ ഇവിടെ ഗാന്ധിജി പറഞ്ഞെന്നാണ് 8 മുതൽ 14 വയസ്സാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്, 1 തെറ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. കാരണം ബന്ധമില്ലാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് 3ഉം 4ഉം പോയിട്ട് കറുപ്പിക്കുക. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് കറുപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം പെട്ടെന്ന് ഇത് വായിച്ച് കഴിഞ്ഞിട്ട് ആ അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് ബന്ധമില്ലാത്തത്, അങ്ങനെയാണെങ്കിൽ 1ാമതാണ് ഉത്തരം എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. ഇത് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരമായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം 4ഉം എന്നാണ് ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ശരിയാണ്. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നത് ശരിയാണ്. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു ശരിയാണ്. ഇനി അടുത്തത് ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു. തെറ്റാണ്. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് എന്താണ്? അയ്യപ്പൻ എന്നാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അതും എന്താണ്? ശരിയാണ്. തിരുവല്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം. തെറ്റാണ്. ഇപ്പോൾ ഇവിടെ 2ഉം 3ഉം. ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഉത്തരമായിട്ട് വരുന്നത്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു എന്നാണ് 38-ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ ബി ആണ്. ദ്വിതീയ മേഖലയാണ്. പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയത്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരി. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയത് ശരി. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ശരി. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. 1935 RBI, 1982 നബാർഡ്, 1985 RRB, 1955 SBI. ഇവിടെ സി ആണ് നമ്മുടെ തെറ്റായിട്ട് വരേണ്ടത്. ഇവിടെ ശരിക്കും 1975 എന്നാണ്. ഒക്ടോബർ 2-ാം തീയതിയാണ് നമ്മുടെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉത്തർപ്രദേശിലെ പ്രഥമ ബാങ്കാണ് ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക്, ഗ്രാമീണ ബാങ്ക്. ഇനി അടുത്തത്, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് എന്തെന്നാണ് 41-ാമത്തെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നവ ഉദാരവൽക്കരണമാണ്. ഉദാരവൽക്കരണമല്ല, നവ ഉദാരവൽക്കരണമാണ്. കൃത്യമായ SCRT പോയിന്റ് ആണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം.
അപ്പോൾ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി സുമൻബെറിയാണ്. അപ്പോൾ നിലവിൽ ആര് തന്നെയാണ്? സുമൻബെറി തന്നെയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നിലവിൽ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരെന്ന് വെച്ചാൽ നമ്മുടെ സുമൻബെറിയാണ്. നിലവിൽ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പം നരേന്ദ്രമോദിയാണ് ചെയർമാനായിട്ട് വരിക. സുമൻബെറിയാണ് വൈസ് ചെയർമാനായിട്ട് വരിക. BVR സുബ്രഹ്മണ്യമാണ് ഈ പറയുന്ന നീതി ആയോഗിൻ്റെ ആരായിട്ട് വരുന്നത്? CEO നമ്മുടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് വൈസ് ചെയർപേഴ്സൺ സുമൻബെറിയാണ്. CEO ആയിട്ട് വരുന്നത് നമ്മളിവിടെ പരിചയപ്പെട്ട BVR സുബ്രഹ്മണ്യമാണെന്ന് കരുതുക. CEO ആരെന്ന് വെച്ചാൽ BVR സുബ്രഹ്മണ്യമാണ്. ഇനി 43ാമത്തെ ചോദ്യം, കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്. വീണ്ടും ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മെഡിസബ് ആണ്. ഇനി ഇതെന്നാണ് മുഖ്യമന്ത്രി ഇനോഗ്രേറ്റ് ചെയ്തെന്ന് വെച്ചാൽ 2022 ജൂലൈ 1-നാണ്. 2022 ജൂലൈ 1-നാണ് ഇത് മുഖ്യമന്ത്രി ഇനാഗ്രേറ്റ് ചെയ്തത്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തളിര് എന്നാണ്. ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ 45ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. കുൽദീപ് യാദവാണ്. വീണ്ടും ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാവുന്നതാണ്. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം 46ാമത്തെ ചോദ്യം 1952 ആദ്യ ബഹിരാകാശ സഞ്ചാരിയായി യൂറി ഗാഗറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകത്തിന്റെ പേര് ചോദിച്ചിരിക്കുന്നു. ഇവിടെ വോസ്റ്റോക്ക് 1 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ യൂറി ഗാഗറിൻ ആണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. അപ്പോൾ ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗാഗറിൻ, അദ്ദേഹത്തെ ബഹിരാകാശത്തെത്തിച്ച പേടകമാണ് വോസ്റ്റോക്ക് 1 എന്ന് പറയുന്നത്. ചന്ദ്രദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? ജൂലൈ 21. 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരേണ്ടത് ഹരിഹരൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ഹരിഹരൻ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് JC ഡാനിയൽ പുരസ്കാരമാണ്. അപ്പോൾ JC ഡാനിയൽ പുരസ്കാരം 2019 അപ്പോൾ 2019 ശേഷം JC ഡാനിയൽ പുരസ്കാരം 2020 P ജയചന്ദ്രന് കിട്ടി, 2021 KP കുമാരന് കിട്ടി, പിന്നെ 2021 KP കുമാരൻ, 2022 TV ചന്ദ്രൻ. അപ്പോൾ നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു എന്താണ് JC ഡാനിയൽ പുരസ്കാരമാണ്. അപ്പോൾ ഡാനിയുടെ കുമാരൻ TVയിൽ ചന്ദ്രനെ കണ്ടു എന്ന് ഒരു കോഡ് നമ്മൾ ഓൾറെഡി 30ഓളം നമ്മുടെ കേരള PSC പരീക്ഷയിൽ വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGS പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള അവാർഡുകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ എല്ലാ അവാർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. ഇനി അടുത്തത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 50ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഹരിയാനയാണ്. അടുത്ത ചോദ്യം ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ്. 51ാമത്തെ ചോദ്യം കേരള PSC പരീക്ഷയിൽ ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. 2020 G20 രാജ്യങ്ങളുടെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് റോമാണ്. റോമിൽ വെച്ചിട്ടാണ് നടന്നെന്ന കാര്യം ഓർക്കുക. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹനവ്യവസ്ഥയുടെ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുകുടലാണ്. അപ്പോൾ ദഹനവ്യവസ്ഥയുടെ അവസാനം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ചെറുകുടലാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചോദ്യപേപ്പറിൽ കണ്ടാണ്, റിപ്പീറ്റാണ് ചോദ്യങ്ങൾ. ജീവകവയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം കഴിഞ്ഞ ചോദ്യപേപ്പറിൽ നിന്ന് റിപ്പീറ്റാണ്, ദിശാന്തതിയാണ്. സങ്കരീരം തക്കാളി ഏത് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 55ാമത്തെ ചോദ്യം മുക്തിയാണ്. ഞാൻ കഴിഞ്ഞ ചോദ്യപേപ്പർ, ഇതിന് തൊട്ട് മുമ്പത്തെ ചോദ്യപേപ്പർ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററിനുള്ളിൽ വിളകൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ പറയുന്ന വിളകൾ മാത്രമേ ചോദ്യമായിട്ട് ചോദിക്കുള്ളൂ. അതിൽ പറഞ്ഞതാണ് ഈ മുക്തി. വീണ്ടും ഞാൻ അത് പരിചയപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ എല്ലാ വിളകളും, ആ SCRTയിൽ പറയുന്ന എല്ലാ വിളകളും അതിൻ്റെ വിത്തുകൾക്ക് നൽകിയ പേരുകളും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മുടെ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളെക്കുറിച്ച് എപ്പോഴും PSC ചോദിക്കുന്ന ലക്ഷഗംഗ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാർഷിക ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അതിൻ്റെ ആസ്ഥാനങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അത് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് മുക്തിയാണ്. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഇത് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. തെന്മലയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ 2023 ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്തത്. ഇതും 2023 LGS കമ്പനി ബോർഡ് ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് സസ്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വാതകം, നമുക്ക് ഇതേ ചോദ്യം അവിടെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? 57ാമത്തെ ചോദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
അവിടെ ചോദിച്ചെന്തായിരുന്നു, ഇതിൻ്റെ ഉൽപ്പന്നം എന്തായിരുന്നെന്ന് ചോദിച്ചു. അവിടെ ഇപ്പോൾ ഉത്തരമായിട്ട് വന്നത് നമ്മുടെ ഗ്ലൂക്കോസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർന്ന് സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഓക്സിജനും എന്താണ് ഗ്ലൂക്കോസുമായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ ഗ്ലൂക്കോസ് ആയിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ചോദിച്ചത് പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വാതകം, അതെന്താണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. പുറന്തള്ളുന്നതെന്ന് വെച്ചാൽ ഓക്സിജനാണ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, കോവാക്സിൻ ആണ്. നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏതാണ്? ഇവിടെ ഈ 59ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് നിപ്പ വൈറസ്. നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെയല്ലേ, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, വികിരണം എന്ന് പറയുന്നത്. അപ്പോൾ വികിരണം എന്ന് പറയുന്നത് മാധ്യമത്തിന്റെ സഹായമൊന്നുമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ്. ഇനി അടുത്തത്, രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് 30 ഡിഗ്രി എന്നാണ്. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 30 ഡിഗ്രിയാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് നമ്മുടെ ഹൈഡ്രജൻ. അതായത് ആസിഡ്, ഏത് ആസിഡ് ആയിക്കോട്ടെ, അത് ലോഹവുമായിട്ട് പ്രവർത്തിച്ചാൽ പുറന്തള്ളുന്ന വാതകം ചോദിച്ചാൽ അത് ഏതാണ്, ഹൈഡ്രജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 62ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഏതൊരു ആസിഡ് ആയിക്കോട്ടെ, അത് ഈ പറയുന്ന ലോഹവുമായിട്ട് പ്രവർത്തിച്ച സിങ്ക് എന്ന് പറയുന്ന ലോഹം, അപ്പോൾ ഹൈഡ്രജൻ വാതകമാണ് പുറന്തള്ളുക. ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രസിദ്ധമായിട്ടുള്ള ഈ തത്വം ആരുടേതാണ്? ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് എന്ന് പറയുന്നത് ആരുടെ തത്വമാണെന്ന് ചോദിച്ചാൽ ഉത്തരം ആർക്കിമിഡീസ് ആണ്. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കുറയുന്നു എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രികനാണ് എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചത്. ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ആരാണ്? ജെഫ് ബസോസ് തന്നെയാണ്. അപ്പോളോ 11 ചന്ദ്രദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്തെന്നാണ്? ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന മൈക്കിൾ കോളിൻസ് എന്നാണ്. ഉത്തരമായിട്ട് വരുന്നത് മൈക്കിൾ കോളിൻസ്. അപ്പോളോ 11 ചന്ദ്രദൗത്യത്തിലെ മോഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് മൈക്കിൾ കോളിൻസ് ആണ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കൊറോണയുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 67ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. നിലവിൽ കേരള ആരോഗ്യമന്ത്രി ആരാണ്? നമ്മുടെ വീണ ജോർജ് ആണ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വൈറസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി എന്താണ്? വൈറസ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? വൈറസ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ H5N1 എന്നാണ് പറയുക. H5N1 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. H5N1. ഇനി H1N1 ആണെങ്കിൽ അത് പന്നിപ്പനിയാണ്. H5N1 ആണ് എന്ന് പറയുന്നത് ഈ പക്ഷിപ്പനി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ലോക ജനസംഖ്യാ ദിനം എന്നാണ് 70ാമത്തെ ചോദ്യം. 70ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ജൂലൈ 11 ആണ്. ജൂലൈ 11 ഓപ്ഷൻ ഡി ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ സി ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഈ പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡയറക്ടർ ജനറൽ ആണെന്ന് വെച്ചാൽ ടെഡ്രോസ് അദാനോം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഡയറക്ടർ ജനറലിൻ്റെ പേര് ഓർത്തിരിക്കുക, ടെഡ്രോസ് എന്ന് ഓർത്തിരിക്കുക, ടെഡ്രോസ് അദാനോം. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇതിൻ്റെ ഡയറക്ടർ ജനറലിൻ്റെ പേരാണ്. ഡയറക്ടർ ജനറലിൻ്റെ പേര് ടെഡ്രോസ് അദാനോം എന്നതാണ് ഇതിൻ്റെ ഡയറക്ടർ ജനറലിൻ്റെ പേര്. അപ്പോൾ ആ പേരൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണെന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ക്യാൻസർ എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്.
DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം വില്ലൻ ചുമയാണ്. അപ്പോൾ ഡിഫ്തീരിയ, വില്ലൻ ചുമ, അതുപോലെ തന്നെ ടെറ്റനസ്, ഈ 3 രോഗങ്ങൾ ഓർക്കുക. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈഡീസ് ആണ്. ഈഡീസ് കൊതുകാണ് സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമാകുന്ന കൊതുക് ഇനം. സംയോജിത ശിശുവികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം ICDS 1975 ആണ്. അപ്പോൾ ഈ ICDS എന്ന് എഴുതുമ്പോൾ ഈ എസ് 5 സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ഓപ്ഷനിൽ 5 വെച്ച് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതായിരിക്കും നമ്മൾ ഉത്തരമായിട്ട് വരിക. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? വീണ്ടും റിപ്പീറ്റായി ചോദിക്കാം. 1000 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണെന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. വയറിളക്കമാണ്. ഇനി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. പൂനെയാണ്. ഇനി മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖമാണ് ചോദിച്ചത്. അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ഡി എയ്ഡ്സ് ആണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് വീണ്ടും ചോദിക്കാം 2010. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GK-യുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. ഇനി മാത്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മാനസിക ശേഷിയും നിരീക്ഷണപാഠ പരിശോധനയും മൈനസ് എന്നാൽ ഡിവിഷൻ എന്നും പ്ലസ് എന്നാൽ ഇൻറ്റു എന്നും ഡിവിഷൻ എന്നാൽ മൈനസ് എന്നും ഇൻറ്റു എന്നാൽ പ്ലസ് എന്നുമായാൽ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഈ മൈനസിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡിവിഷൻ കൊടുക്കണം, അതുപോലെ തന്നെ പ്ലസിൻ്റെ സ്ഥാനത്ത് ഇൻറ്റു കൊടുക്കണം, അതുപോലെ തന്നെ ഡിവിഷൻ്റെ സ്ഥാനത്ത് മൈനസ് കൊടുക്കണം, ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് പ്ലസ് കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുമ്പോൾ ഇവിടെ 52, ഡിവിഷൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. അപ്പോൾ 52 മൈനസ് 4. പ്ലസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. ഇൻറ്റു 5 പിന്നെ ഇൻറ്റു 8 എന്നാണ്. അപ്പോൾ ആ ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കണം? ഇൻറ്റു എന്നാൽ പ്ലസ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്ലസ് 8 എന്ന് വരും. പിന്നെ -2 ആണ്. മൈനസ് എന്നാൽ ഡിവിഷൻ എന്നാണ് കൊടുത്തത്. ഈസ് ഈക്വൽ ടു 36 എന്ന് കിട്ടണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഉള്ള ABCD എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, 8/2 ചെയ്യണം ആദ്യം. ബോട്ട്മാസ് നിയമപ്രകാരം ഡിവിഷനുള്ള ഭാഗം ആദ്യം ചെയ്യണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് 8/2 ചെയ്താൽ 4 എന്ന് കിട്ടും. പിന്നെ 4 × 5 ചെയ്താൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഇനി 52 കുറയ്ക്കണം 20 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 50നോട് 52 കുറയ്ക്കണം 20 ചെയ്തിട്ടുണ്ടെങ്കിൽ 32 കിട്ടും. 32നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കാൻ ഉചിതമായ പദം ഏത്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന AB, പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നു, പിന്നെ DA, പിന്നെ ഒരു ഗ്യാപ്പ്, CDA, ഗ്യാപ്പ്, CD, ഗ്യാപ്പ്, BCD. അപ്പോൾ അവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്ന അതിൽ ഈ പറഞ്ഞ ഭാഗത്ത് അത് കൊണ്ടുപോയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സീരീസ് ഫോം ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരിക. അതായത് ഈ AB, പിന്നെ ഈ ഗ്യാപ്പിൽ ഞാൻ C കൊടുത്തു, പിന്നെ DA B കൊടുത്തു, പിന്നെ അടുത്ത് CDA, പിന്നെ B കൊടുത്തു, പിന്നെ CD, പിന്നെ വരുന്നത് A ആണ്. ഇവിടെ നോക്കുക ABCD, പിന്നെ ABCD, ABCD, ABCD. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു സീരീസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനും കൊണ്ടിട്ട് അവിടെ പിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമുക്കൊരു ഒരു സീരീസ് പോലെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉചിതമായിട്ട് ഒരു ശ്രേണി നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 83 ഒറ്റയാനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നത്. ഇത് ഡിലീറ്റ് ആക്കി ഫൈനൽ ആൻസർ കീയിൽ. അമേരിക്ക എന്നതിനെ കോഡ് ഭാഷയിൽ MARECIA എന്ന് എഴുതിയിട്ടുണ്ട്. MARECIA എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണ് ഇംഗ്ലണ്ടിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അമേരിക്കയിലെ ഈ AUM ഉണ്ടല്ലോ, അമേരിക്ക എന്ന് എഴുതിയിരിക്കുന്നതിൽ AUM-നെ തിരിച്ചെഴുതി MA എന്ന് എഴുതി, പിന്നെ ER-നെ തിരിച്ചെഴുതി RE എന്ന് എഴുതി, IC-നെ തിരിച്ചെഴുതി CI എന്ന് എഴുതി, പിന്നെ A അങ്ങോട്ട് താത്തി എഴുതി. അപ്പോൾ ഇതാണ് ആ ഒരു കോഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിനെ എങ്ങനെ എഴുതാം? NE എന്ന് എഴുതാം, പിന്നെ LG എന്ന് എഴുതാം, NA എന്ന് എഴുതാം, പിന്നെ D എഴുതാം. അപ്പോൾ NELGNAD, NELGNAD. ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 84ാമത്തെ ചോദ്യം ഓപ്ഷൻ D. ഇനി 85ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 5 പേർ വഴിയിലൂടെ നടന്നു പോവുകയാണ്. എയുടെ മുന്നിലായിട്ട് ഡിയും. അപ്പോൾ എയുടെ മുന്നിലായിട്ട് ആരുണ്ട്? എയുടെ മുന്നിലായിട്ട് ആരുണ്ട്? ഡി ഉണ്ടെന്ന് കാര്യം ഓർത്തിരിക്കുക. ബിക്ക് പിന്നിലായിട്ട് ഇയും. അപ്പോൾ ബിയുടെ പിന്നിലായിട്ട് ആരുണ്ട്? ഇ ഉണ്ടെന്ന് കാര്യം ഓർത്തിരിക്കുക. എയുടെയും ബിയുടെയും മധ്യത്തിലായിട്ട് സി ഉണ്ട്. അപ്പോൾ എയുടെയും ബിയുടെയും മധ്യത്തിലായിട്ട് സിയും നടക്കുന്നു. എങ്കിൽ ഏറ്റവും മധ്യത്തിൽ നടക്കുന്നത് സി ആണ്.
ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 86ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ പറഞ്ഞ രീതിയിൽ നമ്മൾ അതൊന്ന് ചെയ്തു നോക്കിയാൽ മതി, കൃത്യമായിട്ട് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ അടുത്തത് ഒരു കോഡിംഗ് ആണ്. റെയിൽവേ എന്നത് 18, 19, 12, 23, 1, 2, 5 എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോഡ് ചെയ്തിരിക്കുന്നത് 6 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 18ാമത്തെ നമ്പറാണ്. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് 1ാമത്തെയാണ്, ഐ എന്ന് പറയുമ്പോൾ 9ാമത്തെയാണ്, എൽ എന്ന് പറയുന്നത് 12. അപ്പോൾ ആ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു പൊസിഷൻ വെച്ചിട്ട് ഈ സ്റ്റേഷനെ നമ്മൾ കോഡ് ചെയ്യുകയാണെങ്കിൽ എസ് നമുക്കറിയാം 19ാമത്തെ ലെറ്ററാണ്, പിന്നെ ടി എന്ന് പറയുമ്പോൾ 20ാമത്തെ ലെറ്ററാണ്, എ എന്ന് പറയുമ്പോൾ 1ാമത്തെ ലെറ്ററാണ്, അതേപോലെ തന്നെ അടുത്തത് പിന്നെ ടി ആണ്, പിന്നെ ടി വീണ്ടും 20ാമത്തെ ലെറ്ററാണ്, പിന്നെ ഐ വരുന്നുണ്ട്, ഐ എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്ററാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒ വരുന്നുണ്ട്, ഒ എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്ററാണ്, പിന്നെ എൻ വരുന്നുണ്ട്, എൻ 14. ആ ഒരു രീതിയിലാണ് കോഡ് ചെയ്തത്. പുസ്തകം ഗ്രന്ഥകാരൻ എന്ന പോലെയാണ് പ്രതിമയ്ക്ക് ശില്പി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 42 കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ മഹേഷിൻ്റെ സ്ഥാനം. ഇത് റിപ്പീറ്റായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ 42 കുട്ടികൾ ടോട്ടൽ ഉണ്ട്. അതിൽ മഹേഷിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് 19ാമതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുകളിൽ നിന്ന് 19ാമതാണ്. അങ്ങനെയാണെങ്കിൽ താഴെ നിന്ന് എത്രയാണ്? അപ്പം മുകളിൽ നിന്ന് എം ആണ്, താഴെ നിന്ന് എൻ ആണെങ്കിൽ എം പ്ലസ് എൻ മൈനസ് 1 ചെയ്താൽ മതി ടോട്ടൽ കിട്ടാൻ. അപ്പോൾ അത് 42 അതിൽ എമ്മിൻ്റെ വാല്യൂ നമുക്ക് 19 അറിയാം. 19 1 കുറച്ചാൽ 18 18ഉം 42ഉം കൂടെ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 24 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത്, ഒരാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു. 1 മിനിറ്റിൽ അയാൾ 5 മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു. എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ 5 മീറ്റർ അയാൾ മുകളിലേക്ക് കയറും എന്ന് പറഞ്ഞല്ലോ, അത് ഈ 50നോട് ആദ്യം കുറയ്ക്കുക. അപ്പം നമുക്ക് 45 കിട്ടും. ഇനി നോക്കാം, ഒരു 5 മീറ്റർ മുകളിലേക്ക് കയറുന്നു, 2 മീറ്റർ താഴോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹം എന്താണ് 1 മിനിറ്റിൽ 3 മീറ്ററേ അദ്ദേഹം എന്ത് ചെയ്യുന്നുള്ളൂ, കയറുന്നുള്ളൂ അല്ലെ. 5 മീറ്റർ മുകളിലോട്ട് പിന്നെ 2 മീറ്റർ താഴോട്ട്, അപ്പോൾ ബാക്കി 3 മീറ്ററാണ് കയറുന്നത്. അത് ഇതായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. ഇതുമായിട്ട് ഹരിക്കുക. 45/3 ചെയ്താൽ 15 എന്ന് കിട്ടും. ഇപ്പോൾ എത്രയാണ്? 45 മീറ്ററേ കയറിയിട്ടുള്ളൂ. ഇനി 5 മീറ്റർ ഒറ്റ ചാട്ടം ചാടുകയാണ്. അപ്പോൾ അയാൾ എവിടെ എത്തി? 50-ലെത്തി. അപ്പോൾ ഈ 15നോട് 1 കൂട്ടുക. അപ്പോൾ 16 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 90ാമത്തെ ചോദ്യം. 18, 36, 72 എന്നീ സംഖ്യയുടെ ലസാഗു കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 18, 36, 72 ഈ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 91ാമത്തെ ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അത് നമ്മൾ ലസാഗു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ 3 നമ്പറുകളെയും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അതായത് 18, 36, 72 ഈ 3 നമ്പറുകൾക്കും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യയാണ് 72. 18, 36, 72. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഉള്ള ചോദ്യം വരുമ്പോൾ ഈ വലിയ നമ്പർ എടുക്കുക. അത് ഈ 36 വലിയ നമ്പറിൽ പോകുമെന്ന് നോക്കാം. 36 × 2 72. 18 പോകുമെന്ന് നോക്കാം. 18 × 4 72. അപ്പം നമുക്ക് പറയാൻ പറ്റും 72 ആണ് 18, 36, 72ൻ്റെ ലസാഗു എന്ന് പറയാൻ പറ്റും. ഇനി 5/9 - 1/3 ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 5/9 - 1/3 ആണ്. ഒന്നെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാം. അതിനുവേണ്ടി 9 ആണ് ഇവിടെ. അപ്പോൾ ഇതിനെ 9 ആക്കാം. ഇവിടെ 3 വെച്ച് ഞാൻ ഗുണിച്ചു. അപ്പോൾ മോൾ ഭാഗം 3 വെച്ച് ഗുണിക്കണം. അപ്പോൾ 5 - 3/9 എന്ന് എഴുതാം. അപ്പോൾ 2/9 എന്ന് വരും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്തത് 6.017 + 6.617 + 6.0017 ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം നമുക്ക് സിമ്പിളായിട്ട് ഉത്തരത്തിലെത്താം. ഇത് കൂട്ടുന്നതിന് മുമ്പായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 മാക്സിമം ഡിജിറ്റ്. പോയിന്റ് കഴിഞ്ഞിട്ട് 4 മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇത് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റും. ഈ പറയുന്ന ഇതും നമുക്ക് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റും. കാരണം അത് പോയിന്റ് കഴിഞ്ഞിട്ട് 5 ഡിജിറ്റ് ഉണ്ട്. പോയിന്റ് കഴിഞ്ഞിട്ട് അപ്പുറത്താണെങ്കിൽ 6 ഡിജിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ മാക്സിമം വരുന്നത് 4 ഡിജിറ്റ് ആണ് അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് ആണ്, ബാക്കിയൊക്കെ 3 ഡിജിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം എന്ത് വരണം? പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് നിർബന്ധമായിട്ട് വേണം, 7 വരണം. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് കൂട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഏറ്റവും ചെറിയത് ഏതാണ്? ഓപ്ഷൻ സി 2 ആണ്. അതായത് പ്രൈം നമ്പറാണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. അപ്പോൾ ഏക ഈവൻ പ്രൈം നമ്പർ ചോദിച്ചാലും 2 ആണ്. ഒരാൾ 6000 രൂപയ്ക്ക് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ 4200 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്രയാണെന്നാണ്.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, 6000 രൂപയ്ക്ക് അയാൾ എന്താണ് മൊബൈൽ വാങ്ങിയിരിക്കുകയാണ്, അത് അയാൾ 4200 രൂപയ്ക്ക് വിറ്റു. അപ്പം അവിടെ സംഭവിച്ചിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 6000 കുറയ്ക്കണം 4200 അപ്പോൾ ഇത് നമുക്ക് 5800 സോറി 1800 എന്ന് നമുക്ക് കിട്ടും. 1800 എന്ന് നമുക്ക് കിട്ടും. 1800 ബൈ 6000 ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് നഷ്ടം ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, അതാണ് നഷ്ടശതമാനം. അപ്പോൾ ഇതും വെട്ടി ഈ ഒരു 0 ഇവിടെയും പോയി, ഇവിടെ 3 വട്ടം 30%. ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. 108 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുതി പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ km/മണിക്കൂറിലാണ്, നമ്മുടെ ഓപ്ഷനിലേക്ക് പോയ എല്ലാവരും മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ km/മണിക്കൂറിന് നമുക്ക് എന്താക്കി മാറ്റണം, മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അതുകൊണ്ട് നമുക്ക് 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ km/മണിക്കൂറിലുള്ള ഒരു വാല്യൂവിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. നേരെ തിരിച്ച് മീറ്റർ/സെക്കൻഡിലുള്ള ഒരു വാല്യൂവിനെ km/ഹവറിലേക്ക് മാറ്റാൻ മീറ്റർ/സെക്കൻഡിൽ തന്നിരിക്കുന്നതിനെ 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് km/ഹവറിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ 108 ഇൻറ്റു 5/18 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 108 ഇൻറ്റു 5/18 മീറ്റർ/സെക്കൻഡ് എന്ന് വരും. അത് നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 108 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുതി പോസ്റ്റിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. ഇതിൽ സ്പീഡ് ഇപ്പോൾ നമുക്കറിയാം 108 ഇൻറ്റു 5/18 ആണ്. ഇൻറ്റു എന്താണ്, ടൈം ഓൾറെഡി 30 സെക്കൻഡ് എന്ന് വന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 13 ആവില്ലേ, ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു തീവണ്ടിയുടെ നീളം. അപ്പോൾ ഇവിടെ തീവണ്ടിയും വൈദ്യുത പോസ്റ്റുമാണ്. അപ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ തീവണ്ടിയുടെ നീളമാണ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് വെട്ടിച്ചുരുക്കുക. 6 വെച്ച് പോയാൽ 5 വട്ടം, 6 വെച്ച് പോയാൽ 3 വട്ടം, ഇനി 3 വെച്ച് പോയിട്ടുണ്ടെങ്കിൽ 3 6 അല്ലേ, 36 ഇൻറ്റു 3 108. അപ്പോൾ ഇവിടെ നോക്കുക, 36 ഇൻറ്റു 5 6×5 30 വരും. ശിഷ്ടം 3 I3 15 3 18 ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ ഇവിടെ 8×5 40 I4 9 900 എന്ന് വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം എന്താണ്, ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കിട്ടേണ്ടത്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 900 മീറ്റർ ആണ്. 15നും 95നും ഇടയിൽ 8ൻ്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്നാണ് അടുത്ത ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, 95/8 എന്ന് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1 പിന്നെ 15 ആകുമ്പോൾ 1, അപ്പോൾ അത് 11 8ൻ്റെ ഗുണിതങ്ങളുണ്ട്. 1 മുതൽ 95 വരെ എടുക്കുകയാണെങ്കിൽ ഇനി 1നും 15നും ഇടയിൽ എത്ര എണ്ണമാണുള്ളൂ, ആകെ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ. ആ 1 ഈ 11 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാണ് കുറച്ചാൽ 15നും 95നും ഇടയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ 1നും 15നും ഇടയിൽ ഒരെണ്ണം ഉണ്ട്, അതിനെ അങ്ങോട്ട് കുറയ്ക്കുക. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1573 രൂപ 11 പേർക്കായിട്ട് വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, 1573/11 ചെയ്താൽ മതി. 143 ആൻസർ ആയിട്ട് വരിക, 98ാമത്തെ ചോദ്യം. ഇനി അടുത്ത ചോദ്യം, 7ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര. അപ്പോൾ 7ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, 7 വരും, പിന്നെ 14 വരും, 21 വരും, 28 വരും, 35 വരും. അപ്പം നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ഇതെല്ലാം കൂട്ടിയിട്ട് അതിനെ ഈ പറയുന്ന 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും. ഇതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ മിഡിൽ നമ്പർ 21 ആയിരിക്കും ഇതിൻ്റെ ശരാശരി. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് നൽകുകയാണെങ്കിൽ അതിൻ്റെ ശരാശരി എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് 1 2 3 4 എന്നൊരു നമ്പർ വരികയാണ്. ഇതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ ഈ 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള 2.5 ആയിരിക്കും. ഇനി അടുത്തത് 1 2 3 4 5 എന്ന് വരികയെന്ന് വിചാരിക്കാം. 1 2 3 4 5 എന്ന് വരികയെന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ശരാശരി ഈ മധ്യത്തിലുള്ള 3 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എത്ര വലിയ ഇങ്ങനെയുള്ള സീരീസ് തന്നാലും എപ്പോഴും അതിൻ്റെ ശരാശരി മധ്യത്തിലാണ് വരിക. ഇപ്പോൾ 5 25 35 5 25 35 ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. കാരണം ഇതെന്തല്ല ഒരു സീരീസ് അല്ല. 5നോട് ഇവിടെ 20 കൂട്ടണം, ഇത് നോക്കുമ്പോൾ 10 കൂട്ടണം, ഒരു കറക്റ്റ് സീരീസ് ആയിട്ടല്ല പോകുന്നത്. അതേ സമയത്ത് ഈ ഒരു നമ്പർ നേരെ തിരിച്ച് ഇങ്ങനെ തരികയെന്ന് വിചാരിക്കാം. 5 15 25 35 45 നോക്ക്, 10 കൂടുന്നു 10 കൂടുന്നു 10 കൂടുന്നു 10 കൂടുന്നു, ശരാശരി അപ്പം മധ്യത്തിലുള്ള നമ്പർ ആയിരിക്കും. ഇനി നിങ്ങളോട് ഇവിടെ ഒരു 45 കൂടെ ഒരു 55 കൂടെ തന്നു. അങ്ങനെ ആകുമ്പോൾ മധ്യത്തിൽ ഈ 2 നമ്പർ വരും, 25 35 വരും.
അപ്പോൾ എന്ത് ചെയ്യണം, അത് രണ്ടും കൂടെ കൂട്ടുക. 25 + 35 / 2 ചെയ്താൽ മതി. അപ്പോൾ 25-ൻ്റെയും 35-ൻ്റെയും മധ്യത്തിലുള്ള നമ്പർ നമുക്ക് കിട്ടും. അതായിരിക്കും അതിൻ്റെ ശരാശരിയായിട്ട് വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ 7ൻ്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളെന്നാണ് പറഞ്ഞത്. അപ്പോൾ 7, 14, 21, 28, 35. അപ്പോൾ ഇവിടെ നമുക്ക് 7 കൂടി പോവല്ലേ, അപ്പോൾ അതൊരു സീരീസാണ്. അപ്പോൾ അതിൻ്റെ പകുതി അതിൻ്റെ മധ്യത്തിൽ വരുന്ന 21 നമ്മുടെ ശരാശരിയായിട്ട് എടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 248 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 51 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 169. ഇതിലേറ്റവും ഉള്ളിലുള്ള ഈ സ്ക്വയർ റൂട്ടിൽ നിന്ന് തുടങ്ങാം. സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്രയാണ്, 13. സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് പറയുമ്പോൾ 13. സ്ക്വയർ റൂട്ട് ഓഫ് 51 + 13 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 64 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 64 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 8 കിട്ടും. 248 8 ചെയ്താൽ എന്ത് കിട്ടും, 256. സ്ക്വയർ എടുത്ത ഓപ്ഷൻ സി. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ നാളെ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ, എളുപ്പമുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ 1 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ കിട്ടും എന്ന് തോന്നുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് റൗണ്ട് ഇട്ട് വെക്കുക. പിന്നെ ചില മാത്സിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കുറേ നേരം ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ ഒരിക്കലും ആദ്യം ചെയ്യാൻ നിൽക്കരുത്. കാരണം അവിടെ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. 100 ചോദ്യങ്ങൾ, അതിൽ എളുപ്പമുള്ള ഭൂരിഭാഗം ചോദ്യങ്ങൾ. അതേസമയത്ത് ഒരു ചോദ്യത്തിന് വേണ്ടി ആ ഭൂരിഭാഗം ചോദ്യങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ സമയം ചിലവാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചിന്ത വരും, അയ്യോ ഇനി സമയമില്ലല്ലോ, എങ്ങനെയാണ് ഇത്ര ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യമുള്ള എല്ലാ എളുപ്പമുള്ള ചോദ്യങ്ങളും ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വട്ടമിട്ട് പോകുന്ന ചോദ്യങ്ങൾ ചെയ്യുക. അതിനുശേഷം കിട്ടുമെന്ന് തോന്നുന്ന, കുറേ സമയം എടുത്താൽ കിട്ടുമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾക്ക് വേണ്ടി പിന്നെ സമയം ചിലവഴിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ, ഇനി സമയമുണ്ട്, എനിക്ക് ചെയ്യാൻ ആകെ 2-3 ചോദ്യങ്ങളേ ഉള്ളൂ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയും നിങ്ങൾക്ക് വേറെ ടെൻഷനുകളൊന്നും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതാം. അപ്പോൾ എന്തായാലും പരീക്ഷ കിട്ടും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരിക. അപ്പോൾ നല്ല കൂൾ മൈൻഡോടുകൂടി പരീക്ഷയ്ക്ക് പോവുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.